ഇപ്പോൾ കൽപ്പനയുടെ ആദ്യ ഭർത്താവ് അനിലിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. അപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും വർഷം കഴിഞ്ഞൊരു മറുവിവാഹം, അതിനെന്താണ് കാരണമെന്ന്. കൽപ്പനയെ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അനിലത് സമ്മതിക്കുന്നു. കൽപ്പനയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, എപ്പോഴും സ്നേഹിക്കും, എൻ്റെ അവസാന ശ്വാസം വരെയും ആ സ്നേഹമുണ്ടായിരിക്കും. പക്ഷേ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഞാനിപ്പോൾ ഈ വിവാഹം കഴിച്ചതെന്ന് അനിൽ പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഒറ്റയ്ക്കാകുമോ എന്ന ഭയമായിരുന്നു, അതുകൊണ്ട് അമ്മ നിർബന്ധിച്ചതാണ് എന്നെ മറുവിവാഹത്തിനായി. അങ്ങനെയാണ് ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കാനായി ഒരുങ്ങിയത്. പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന അനിലിൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. പ്രേക്ഷകർ പറയുന്നത് പോലെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. കൽപ്പന മരിച്ചതിന് മുമ്പ് തന്നെ നിങ്ങൾ വേർപിരിഞ്ഞവരാണ്. അന്നേ നിങ്ങൾക്ക് വിവാഹം കഴിക്കാമായിരുന്നു, അന്ന് നിങ്ങൾ കഴിച്ചില്ല. അതിനർത്ഥം നമുക്ക് മനസ്സിലാകും ഇപ്പോഴും കൽപ്പനയെ തന്നെയാണ് ഓർമ്മ എന്നത്. കൽപ്പന മരിച്ചു, ഇത്രയും വർഷം കഴിഞ്ഞു, എന്നിട്ടും നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചില്ല. അതിനർത്ഥവും ഇതുതന്നെയാണ്. മറ്റൊരർത്ഥം ഇതിന് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അമ്മയുടെ ആഗ്രഹം തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. മോശപ്പെട്ട കാര്യമായി ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല. അങ്ങനെ ആരും അത് പറയുകയും ചെയ്യില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത്രയും നാളും നിങ്ങൾ കൽപ്പനയെ മനസ്സിൽ കൊണ്ട് നടന്നില്ലേ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നോ പോലും പലർക്കും അറിയില്ല. ബാബുവിനൊപ്പം ഞാൻ മരിച്ചു പോയിട്ടുണ്ടെന്നാണ് അനിൽ ബാബു കൂട്ടുകെട്ടിനെക്കുറിച്ച് പോലും അനിൽ പറയുന്നത്. ഏത് സന്ദർഭങ്ങളെയും ലാഘവത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന അനിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ്. എന്നാൽ കൽപ്പനയുടെ ഓർമ്മകൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മാറും. അദ്ദേഹത്തിൻ്റെ മുഖത്താകെ വിഷമം പടരും. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നിശബ്ദനായി അനിൽ കഴിയുകയായിരുന്നു. ഒരിക്കലും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല. കൽപ്പനയുമായി ഞാൻ വളരെയധികം സ്നേഹത്തിലായിരുന്നു. ഒരു വലിയ പ്രശ്നത്തിൻ്റെ പേരിലല്ല ഞങ്ങൾ അകന്നത്. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ചുറ്റുമുള്ളവരാണ് ഞങ്ങളെ രണ്ട് വഴിക്കാക്കിയത്. എന്തിനായിരുന്നു ഞങ്ങൾ പിണങ്ങിയതെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. അവൾക്കും അറിയില്ലായിരിക്കും. അത് ഉറപ്പ് തന്നെയാണ്. ഏത് ദമ്പതികൾക്കിടയിലും പതിവുള്ളതുപോലെ ചെറിയ പിണക്കങ്ങളിൽ തുടങ്ങിയതാണ്. ചില നിക്ഷിപ്ത താല്പര്യക്കാർ പിന്നിൽ നിന്ന് അത് ആളിക്കത്തിച്ചു. ചെറിയ മുറിവുകൾ വലിയ വ്രണമാക്കി മാറ്റി. കൽപ്പനയെ എനിക്ക് സംശയമാണെന്ന് വരെ പറഞ്ഞു പരത്തി. കൽപ്പന എങ്ങനെയുള്ള ആളാണെന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരാളെ ഞാൻ സംശയിക്കുന്നത് എന്തിനാണ്? ഓരോ ദിവസവും അവൾ വരുമെന്ന് കരുതി കാത്തിരുന്നു. അക്കാലത്ത് പലപ്പോഴും വീടിൻ്റെ മുൻവാതിലേറെ വൈകിയേ അടയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു നിമിഷം മുന്നറിയിപ്പില്ലാതെ കൽപ്പന പെട്ടെന്ന് കയറി വന്നാലോ എന്ന് പറയും. അമ്മ എപ്പോഴും പറയുമായിരുന്നു, നോക്കിക്കോ, ഏതു നിമിഷവും അവൾ കയറി വരുമെന്ന്. എനിക്കും അതേ പ്രതീക്ഷയായിരുന്നു. കൽപ്പനയ്ക്ക് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ കാരണം ചികിത്സയിലായിരുന്നു. ഒരുമിച്ചുള്ള ഞാൻ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിക്കും. തമ്മിൽ അകന്ന ശേഷം അവസാനമായി ഞാൻ അയച്ച മെസ്സേജ് ഇപ്പോഴും ഓർമ്മയുണ്ട്, മരുന്ന് മുടക്കരുത്, സമയത്തോർത്തെടുത്ത് കഴിക്കണമെന്ന്. കൽപ്പന മരിക്കും വരെ എൻ്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിരുന്നില്ല. അതിലേക്ക് ചേട്ടാ ഞാൻ വരുന്നു എന്നൊരു കോളിനായി ഞാൻ കാത്തിരുന്നുവെന്ന് അനിൽ ഇപ്പോഴും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.